ഞാനൊരു സാധാരണ ഹിന്ദുവാണ്. ഒരല്പം അസാധാരണനാണ് എന്നും പറയാം. അതിന് കാരണം പെട്ടെന്നൊന്നും എൻ്റെ മതവികാരം വ്രണപ്പെടാറില്ല. കുറെ വല്ലാതെ അങ്ങോട്ടായി കഴിയുമ്പോഴാണ് ഛേ, ഇതൊരു മഹാമോശമാണല്ലോ എന്ന് എനിക്ക് തോന്നി തുടങ്ങുന്നു. അതിന് കാരണം സൈദ്ധാന്തിക തലത്തിൽ ഞാൻ മതങ്ങൾ വിമർശിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവനാണ്. മതങ്ങൾ ഒരു തത്വസംഹിത എന്നുള്ള നിലയ്ക്കും വിമർശിക്കപ്പെടണം, അതിൻ്റെ പ്രയോഗവും വിമർശിക്കപ്പെടണം, അതിലെ വ്യക്തികളും വിമർശിക്കപ്പെടണം, ഇതിഹാസ പുരാണ കഥാപാത്രങ്ങളും വിമർശിക്കപ്പെടണം. ബട്ട് അത് എക്രോസ് എവറി റിലിജിയൻ ആയിരിക്കണം. ഒരു റിലിജിയനെ മാത്രം എല്ലാവർക്കും പരിശോധിക്കാം, പരിഹസിക്കാം, വിമർശിക്കാം, നിന്ദിക്കാം, മറ്റുള്ളവർ തൊട്ടുപോകരുത് എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിർഭാഗ്യവശാൽ ഭാരതത്തിൽ നിലനിൽക്കുന്ന മതേതരത്വം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ വകുപ്പിൽപ്പെട്ടതാണ്. ഒരു പ്രത്യേക മതത്തെ നിങ്ങൾക്ക് ആക്രമിക്കാം. ഇപ്പോൾ അതിനെ ആക്രമിച്ചാൽ മാത്രമേ നിങ്ങൾ മതേതരനാവുള്ളൂ എന്നുള്ള സ്ഥിതിയും കൂടെയുണ്ട്. നിങ്ങൾക്ക് മതേതരനായിട്ട് കേരളത്തിൽ ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾ ഹിന്ദു മതത്തെ ചീത്ത പറയണം. മറ്റ് രണ്ട് മതങ്ങളെ ചീത്ത പറയരുതെന്ന് മാത്രമല്ല, അവസരത്തിലും അനാവസരത്തിലും അവരെ പുകഴ്ത്തുകയും വേണം. ഇപ്പോൾ മലയാള ഭാഷ ഉണ്ടാക്കിയത് മിഷണറിമാരാണ് എന്നൊരാൾ പറഞ്ഞില്ലേ. അയാൾക്ക് കിട്ടാൻ പോകുന്ന പട്ടവും മതേതര പട്ടമാണ്. ആസ്ഥാന മതേതരവാദി എന്ന് പറഞ്ഞ് ഒരു പട്ടം താമസിയാതെ LDF UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു മതേതര അവാർഡ് അവർ ഉണ്ടാക്കും. മതേതരത്വം മൂക്ക് കുത്തി ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് തോമസിനെ കാണാൻ പോയി കഴിഞ്ഞാൽ തോമസ് തമാശയ്ക്ക് എന്നോട് പറയും, മതേതരത്വം നടപ്പിലാക്കാൻ ഒരാൾ വന്നല്ലോ, ഇരിക്ക് എന്ന് പറയും. ഈ രീതിയിൽ അപഹാസ്യമായി കഴിഞ്ഞു. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്. ഈ മതേതരത്വമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള കൂട്ടുകാരാണ് ഞങ്ങൾ കേട്ടുകിട്ടും. അപ്പോൾ വല്ലപ്പോഴും അയാൾ എന്നെയോ ഞാൻ അയാളെ പോയി കാണുമ്പോൾ ഇപ്പോൾ അതിന് പേര് മതേതരത്വം എന്നാണ്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇപ്പോൾ ഒരാൾ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ കൂടെ പള്ളിയിൽ കൂടെ പൊക്കോളണം, അല്ലെങ്കിൽ മതേതര വിരുദ്ധനാവും. പക്ഷെ പള്ളിയിൽ പോകുന്ന ആൾ തിരിച്ച് അമ്പലത്തിൽ പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മാത്രമല്ല പോകരുതെന്ന് നിഷ്കർഷിക്കുകയും ചെയ്യും. പോയാൽ മതേതരത്വം ഇടിയും. അപ്പം ഹിന്ദു മറ്റ് പള്ളികളിൽ പോകണം, അപ്പോഴേ മതേതരനാവുന്നു. മറ്റ് പള്ളികൾ പോകുന്നവർ അമ്പലത്തിൽ പോകരുത്, അപ്പോഴേ മതേതരരാകുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഇക്വേഷൻസ് കൊണ്ടുവന്ന് ഹിന്ദുക്കളെ ചുരുക്കി ഒരു മൂലയ്ക്കാക്കി. ഒരു മനുഷ്യൻ പുഷ്ഡ് അപ്പ് ടു ദ വാൾ എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ. നിങ്ങൾ തള്ളി ഭിത്തി വരെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ചെയ്യും? പിന്നെ പുറകോട്ട് പോകാൻ നിർവാഹമില്ലല്ലോ. അപ്പോൾ അയാൾ തിരിച്ചു തള്ളും. അപ്പോൾ ഹിന്ദുക്കളുടെ തിരിച്ചു തള്ളാണ് ഈ കാണുന്നത്. അതിനെയാണ് ഈ ശത്രുക്കൾ ഹിന്ദുത്വം എന്ന് വിളിക്കുന്നത്. തിരിച്ച് തള്ളാത്തവൻ ഹിന്ദു, തിരിച്ച് തള്ളുന്നവൻ ഹിന്ദുത്വവാദി. ഈ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. മറ്റേ ആൾ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു തള്ളും. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ഹിന്ദുത്വവാദികളായി. അവരെ ഹിന്ദുത്വവാദികൾ എന്നൊക്കെ നീട്ടി വിളിക്കാൻ പ്രയാസമായതുകൊണ്ട് സംഘി എന്ന് പേരിട്ടു. RSS രാഷ്ട്രീയ സ്വയം സേവക സംഘം ആണല്ലോ. ആ സംഘവുമായിട്ട് ബന്ധമുള്ളവനെ സംഘി എന്ന് വിളിക്കുന്നത് തെറ്റൊന്നുമില്ല, അതൊരു തെറിവാക്കുമല്ല. എന്നെ പലരും സംഘി എന്ന് വിളിക്കാറുണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊരു വികാരവും തോന്നാറില്ല. കാരണം അവരുടെ ആ വിളി ശരിയാണ്, വ്യാകരണ ദൃഷ്ടിയാ പോലും ശരിയാണ്. ഒരു തരം ഹിന്ദി വ്യാകരണം ആണെന്നേ ഉള്ളൂ. അത് സംഘത്തിലുള്ളവൻ സംഘി. അതുകൊണ്ടെന്താ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആളുകളെ സംഘിയാക്കി മാറ്റുന്ന ഒരു സമ്പ്രദായം കേരളത്തിൽ കുറേ കാലമായി തുടങ്ങി വെച്ചു. കൂടുതൽ ആളുകൾ സംഘികളായി തുടങ്ങി. അതനുസരിച്ച് അപ്പുറത്ത്
കൂടുതൽ കൂടുതൽ വാശികൾ. ഇതിന് ദളിത് ആക്ടിവിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ കൂട്ടുനിന്നു. അവർ ചെയ്യുന്നത് ഈ ഇതിഹാസം, പുരാണം ഇതിലൊക്കെ എന്തെങ്കിലും കഥകളൊക്കെ കാണുമല്ലോ. ജാതിയെപ്പറ്റി ഉണ്ടാകും, ക്രൂരതകളെപ്പറ്റി ഉണ്ടാകും, സ്ത്രീകളോട് ചെയ്തുണ്ടാകും. ഇതൊക്കെ പണ്ട് ഏതോ കാലത്ത് കപോലകൽപിതമായിട്ട് ഭാവനയിൽ എഴുതിയ കാര്യങ്ങളാണ്. ഭാവന എന്ന് പറയുമ്പോൾ തീർത്തും ഭാവനയായിരിക്കുമോ? ഏതെങ്കിലും സംഭവങ്ങളോ ചരിത്ര പശ്ചാത്തലമോ അതിനുണ്ടാകുമല്ലോ, ഉണ്ടാകും. അതുകൊണ്ട് എന്താ, പണ്ട് എന്തെങ്കിലുമൊക്കെ നടന്നു കാണും. അത് ചകഞ്ഞ് വലിച്ച് പുറത്തിട്ടിട്ട് അതിൻ്റെ പേരിൽ കാലുഷ്യം ഉണ്ടാക്കുക. ഇതാണ് ഈ അംബേദ്കറൈറ്റ്സ്, ദളിത് ആക്ടിവിസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. ദളിത് എന്ന് പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഈവൻ ദളിത് എന്നുള്ള വാക്ക് തന്നെ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ വന്നതാണ്. മനസ്സിലായത്? ദളിത് മഹാരാഷ്ട്രയിൽ മഹാത്മാ ഫുലെ ആണ് ഉപയോഗിച്ചത് ദളിത് എന്നുള്ള വാക്ക്. അവിടെ ശൂദ്രനെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം ദളിത് എന്നുള്ള വാക്ക് ഉദ്ദേശിച്ചത്. ദൾന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ ഗോതമ്പൊക്കെ പൊടിക്കുന്ന കല്ലിങ്ങനെ നമ്മൾ കറക്കി കറക്കി അമ്മുമ്മയൊക്കെ പൊടിക്കുന്ന കല്ലുണ്ടായിരുന്നു. ആ പ്രവൃത്തിക്കാണ് ദൾന എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അരച്ച് പൊടിക്കപ്പെട്ടവൻ ഇതാണ് ദളിത്. ആ ദളിത് കേരളത്തിൽ വന്നത് ഒരു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ആ വാക്ക് കേരളത്തിലേക്ക് വന്നത്. പഴയ സാഹിത്യത്തിൽ നിങ്ങൾക്ക് ഈ ദളിത് കാണാൻ സാധ്യമല്ല. ഹരിജൻ എന്നൊക്കെ കാണാൻ പറ്റും. ഹരിജൻ എന്നുള്ള വാക്ക് നമ്മളുടെ മായാവതിയുടെയൊക്കെ സ്വാധീന ഫലമായിട്ട് ഹരിജൻ ഉപയോഗിച്ചുകൂടാ എന്നൊരു നിയമം തന്നെ വന്നു. ഹരിജൻ വാക്ക് പാടില്ല. അത് മഹാത്മാഗാന്ധിക്ക് വളരെ പ്രിയപ്പെട്ട വാക്കായിരുന്നത്. പക്ഷെ അപ്പോഴത്തേക്ക് ഗാന്ധി സ്നേഹം ആവശ്യത്തിന് ഗാന്ധിയെ എടുക്കുമല്ല. ആവശ്യമില്ലാത്തപ്പോൾ ഗാന്ധി വില്ലനായിട്ട് മാറും. പല്ല് തേയ്ക്കാൻ ഗാന്ധി വേണം, മുടി ചെയ്യാൻ ഗാന്ധി വേണം, കുളി കഴിഞ്ഞ് തല തോർത്താൻ ഗാന്ധി വേണ്ട, അതുകൊണ്ട് ഗാന്ധിയെ വലിച്ചെറിയും. ഇങ്ങനെയൊക്കെയാണ് ഗാന്ധിയെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹരിജൻ വാക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഗാന്ധിജി വില്ലനായിട്ട് മാറി. ഗാന്ധിജി രാഷ്ട്രപിതാവല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത് ദളിത് നേതാവായ മായാവതിയാണ്. എന്തോ ആയിക്കോട്ടെ, അവരുടെ രാഷ്ട്രീയ ആവശ്യത്തിന് ചെയ്തതായിരിക്കാം. ഇങ്ങനെയാണ് ദളിത് എന്നുള്ള വാക്ക് കേരളത്തിൽ വേര് പിടിച്ചത്. അപ്പം ഇവരും മറ്റ് മതങ്ങളുടെ കൂടെ കൂടിയിട്ട് ഈ ഹിന്ദു മതത്തെ ഉപദ്രവിക്കാനും കൊച്ചാക്കാനും ഒക്കെ തുടങ്ങി. അവർക്ക് പലവിധമായ പേഴ്സണൽ റീസൺസ് കൊണ്ട് കേട്ടോ. ഇതിൽ പേഴ്സണൽ ഇഞ്ചുറി സംഭവിച്ച ആൾക്കാരുണ്ടല്ലോ. എന്നെ ഒരു പ്രത്യേക ഘട്ടത്തിൽ, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ക്രിസ്ത്യാനി ചതിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പം ഞാനെന്ന വ്യക്തി ആ ക്രിസ്ത്യാനിക്കെതിരാവുകയും പതുക്കെ അയാളുടെ ഇടവകയിലുള്ള പള്ളിക്കെതിരാകുകയും അവിടുത്തെ വികാരിക്കെതിരാകുകയും മൊത്തം ക്രിസ്ത്യാനികൾക്കെതിരാവുകയും ക്രിസ്ത്യാനികളുടെ എന്ത് കണ്ടാലും എതിർത്ത് തുടങ്ങുകയും ചെയ്യുന്ന ഒരു മനോഭാവം. ഞാനല്പം സാമർഥ്യമുള്ളവനും സോഷ്യൽ മീഡിയയിൽ എഴുതാനും സംസാരിക്കാനും ഒക്കെ പ്രാപ്തിയുള്ളവനുമാണെങ്കിൽ ഞാനങ്ങനെ കത്തിക്കയറും. ബട്ട് എന്നെ പിടിച്ചു നിർത്തി സ്നേഹത്തോടെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മെല്ലെ പുറത്തു വരും. 30 വർഷം മുമ്പ് ഒരു ക്രിസ്ത്യാനി എനിക്കിട്ടൊരു പാര വെച്ചു, അതിൻ്റെ ദേഷ്യമാണ് എനിക്ക്. അല്ലാതെ എനിക്ക് യേശുക്രിസ്തുവിനോടും ദേഷ്യമില്ല, പിതാവിനോടും ദേഷ്യമില്ല, ബിഷപ്പിനോടും ദേഷ്യമില്ല, ആരോടും ദേഷ്യമില്ല. ഈ എന്നെ വ്യക്തിപരമായി ഉപദ്രവിച്ചതിനോടുള്ള ദേഷ്യം അത് ആ മതത്തോടുള്ള ദേഷ്യമായിട്ട് മാറുന്നു. ഇതുപോലത്തെ മനുഷ്യർ ഇസ്ലാമിലുണ്ട്, ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, ഈ ദളിത് ആക്ടിവിസം ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരിലുണ്ട്, LDFിലുണ്ട്, UDFിലുണ്ട്. വോട്ട് കിട്ടാനായിട്ട് രാഷ്ട്രീയക്കാരൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഹിന്ദുക്കളെ ആക്രമിക്കുക എന്നത്. ഹിന്ദുക്കളെ ആക്രമിക്കുന്നത് ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന പോലെയാണ്. ബാസ്ക്കറ്റ് ബോൾ കണ്ടിട്ടുണ്ടോ? ആ പലകയിലേക്കാണ് പന്ത് എറിയുന്നത്, പക്ഷെ പന്ത് വീഴേണ്ടത് ആ നെറ്റിലാണ്. ആ വട്ടത്തിലുള്ള ഇരുമ്പ് കമ്പി, അതിനെ പൊതിഞ്ഞ് കെട്ടിയിരിക്കുന്ന നെറ്റ്, അതിനുള്ളിലേക്ക് വീഴണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പലകയിലേക്ക് എറിയുന്നത്, അല്ല പലകയോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടല്ല. മനസ്സിലായി? അതുപോലെ ഹിന്ദുക്കളോട് ദേഷ്യമില്ലാത്ത രാഷ്ട്രീയക്കാർ ധാരാളമുണ്ട്. പക്ഷെ അവരും ഹിന്ദുക്കളെ ആക്രമിച്ചുകൊണ്ടിരിക്കും. കാരണം നോൺ ഹിന്ദുസിൻ്റെ വോട്ട് ഈ വട്ടവലയിൽ ഇത് വീഴും.
ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വോട്ട് വീഴും. അതിനുവേണ്ടി അവരെ പുകഴ്ത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫലിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ഹിന്ദുക്കളെ ആക്രമിക്കുക, അങ്ങനെ മറ്റുള്ളവരുടെ പ്രീതി. ഇതുപോലെ പലവിധ കാരണങ്ങളാൽ ഹിന്ദു സമൂഹം ആക്രമിക്കപ്പെടുന്നു. ഇനി അടുത്ത അടിസ്ഥാനപരമായ പല പ്രശ്നങ്ങളും ഉന്നയിക്കും. ഹിന്ദു എന്ന് വെച്ചാൽ ആരാണ്? ഹിന്ദു എന്നുള്ള വാക്ക് വേദങ്ങളിലോ ഉപനിഷത്തിലോ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. പിൽക്കാലത്ത് മറ്റ് നാട്ടുകാർ ഇട്ട പേരാണ് ഹിന്ദു. അതുകൊണ്ട് ആ പേര് കുറഞ്ഞ പേരൊന്നും ആകുന്നില്ലല്ലോ. നമുക്കൊക്കെ പേരിടുന്നത് മറ്റാരെങ്കിലുമാണ്, അല്ലാതെ നമ്മൾ സ്വയം പേരിടാറുണ്ടോ? ഇല്ല. ഭാരതത്തിലെ ജനതയ്ക്ക് ഒരു പേരാവശ്യമായി വന്നത് ഭാരതത്തിന് പുറത്തുള്ള സമൂഹങ്ങൾക്കാണ്. അപ്പോൾ അവരുടെ യുക്തമനുസരിച്ച് ഹിന്ദു എന്ന് പേരിട്ടു. അത് സിന്ധു നദീ തീരത്ത് ആയതുകൊണ്ടാണ് സ എന്നുള്ള അക്ഷരം അവർക്കില്ല, അവർ ഹ എന്ന് ഉച്ചരിച്ചു. ജപ്പാൻകാർ ചൈനക്കാരൊക്കെ യാ എന്ന് പറഞ്ഞു, ഹിന്ദു എന്ന് വിളിച്ചു. ശരി, പേരെന്തുമായിക്കോട്ടെ, മറ്റുള്ളവരിട്ട പേരാണ്, അതിലൊരു കുറച്ചിലും ഇല്ലല്ലോ. മറ്റുള്ളവരാണ് എല്ലാവർക്കും പേരിടുന്നത്, അവനവന് പേരിടാറില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ മുതിർന്നു കഴിയുമ്പോൾ നമ്മുടെ പേരൊരു മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ പേര് മാറ്റി ഗസറ്റിൽ പരസ്യം ചെയ്തിട്ട് ഞാൻ വിമൽ കുമാറാണെന്നൊക്കെ പറഞ്ഞിട്ട് പേര് മാറ്റി എടുക്കാം എന്നാണ്. ബട്ട് സ്വാഭാവികമായ രീതിയിൽ ഭൂരിഭാഗം പേർക്കും പേരിടുന്നത് മറ്റുള്ളവരാണ്. മറ്റുള്ളവർക്കാണ് ഈ പേരിൻ്റെ ആവശ്യം. ഞാൻ എന്നെ മോഹൻദാസ് എന്ന് വിളിക്കില്ലല്ലോ, മറ്റുള്ളവരില്ലേ മോഹൻദാസ് എന്ന് വിളിക്കുന്നത്. ഞാൻ എന്നെ എന്തിനാ മോഹൻദാസ് എന്ന് വിളിക്കുന്നത്? അപ്പോൾ പേരിൻ്റെ ആവശ്യം മറ്റുള്ളവർക്കാണ്. അതുകൊണ്ട് മറ്റുള്ളവരിട്ടു എന്നുള്ളത് കൊണ്ട് ഹിന്ദു എന്നുള്ള പേരിന് യാതൊരു കുറവുമില്ല. ഞാൻ CPM കാരനായ ഒരു ചെറുപ്പക്കാരൻ, അയാളുമായിട്ട് ഇങ്ങനെ വെറുതെ സൗഹൃദ സംഭാഷണം നടത്തുമ്പോൾ ഞാൻ ഒരു വിഷയത്തിൽ ഞാൻ അയാളോട് ചോദിച്ചു, അല്ല അപ്പോൾ ഹിന്ദുമതത്തെ എന്ത് ചെയ്യണം? അപ്പോൾ അയാൾ പറഞ്ഞു, ചേട്ടാ ഹിന്ദുമതം മതമല്ലല്ലോ. ആദ്യപ്പോൾ നിങ്ങളെല്ലാം കൂടിയിട്ട് ഏതെങ്കിലും ദൈവത്തെ കല്ല് കട്ടാമ്പാര കുറുവടി എന്തിനേയും നിങ്ങൾ ആരാധിക്കും. അതൊരു പ്രത്യേക ഒരു മതമൊന്നുമല്ല, അതിങ്ങനെ കൂടിക്കൊഴിഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു സമ്പ്രദായം. ഇതാണ് അയാളുടെ മനസ്സിൽ ഹിന്ദു മതം. അപ്പോൾ അയാൾ പറയുന്നത് ടെക്നിക്കലി ശരിയുമാണ്. റിലിജിയൻ എന്നുള്ള അർത്ഥത്തിൽ ഹിന്ദു മതം ഇല്ല. ഹിന്ദു മതങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു പ്രവാചകൻ, അതനുസരിച്ച് ജീവിക്കുന്ന ജീവിതചര്യയുമായിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള അപൂർവം ചില സമ്പ്രദായങ്ങൾ ഹിന്ദുമതത്തിലും ഉണ്ട്. അവരുടെയൊക്കെ ഒരു കോൺഗ്ലോമറേറ്റാണ് ഹിന്ദുമതം എന്ന് പറയാം. നിർവചിക്കാൻ പ്രയാസമാണ് ഹിന്ദുമതത്തെ. അതുകൊണ്ട് ഹിന്ദുമതം എന്തല്ല എന്നാണ് അംബേദ്കർ വരെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഹിന്ദു മാരേജസ് ആക്ട് എടുത്ത് നോക്കുക. ഉദാഹരണത്തിന് ഹിന്ദു മാരേജസ് ആക്ട് നിയമമാണ്. നിയമത്തിൽ ഹിന്ദു ആരാണെന്ന് കൃത്യമായിട്ട് പറയണം. പക്ഷേ ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരല്ല ഹിന്ദു എന്നാണ്. മുസ്ലിം അല്ലാത്ത, ക്രിസ്ത്യാനി അല്ലാത്ത, പാഴ്സി അല്ലാത്ത എല്ലാവരും ഹിന്ദു. എങ്ങനെയാണ് അതിൽ നിർവചനം? നിങ്ങളെടുത്ത് നോക്കിക്കോ. ഹിന്ദു മാരേജസ് ആക്ട്, അല്ലെങ്കിൽ ഹിന്ദു അഡോപ്ഷൻ ആക്ട്, ഹിന്ദു സക്സഷൻ ആക്ട്, ഇങ്ങനെ ഹിന്ദു വരുന്ന ഏത് നിയമവും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുവിൻ്റെ നിർവചനം നെഗറ്റീവ് നിർവചനമാണ്. പോസിറ്റീവ് നിർവചനം ഇല്ല ഹിന്ദുവിന്. ആരല്ല ഹിന്ദു എന്നേ നിർവചിക്കാൻ പറ്റുള്ളൂ. ആരാണ് ഹിന്ദു എന്ന് നിർവചിക്കാൻ പറ്റില്ല. നിർവചനത്തിൽ ഒതുങ്ങുന്നതല്ല ഹിന്ദു. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അതേസമയം ഹിന്ദുവും ഈ പറഞ്ഞ നിയതമായ അർത്ഥത്തിൽ റിലിജിയൻ അല്ലെങ്കിലും അവർക്ക് സർവൈവ് ചെയ്യാൻ ഒരു അധികാരമുണ്ട്. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് അതിനെ ഒരു റിലിജിയനായിട്ട് കൂട്ടിയേ പറ്റുള്ളൂ. നമ്മൾ മാത്തമാറ്റിക്സിലൊക്കെ സപ്പോസ് k = 1 എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുകയില്ലേ, അതുപോലെ സപ്പോസ് ഹിന്ദുയിസം ഈസ് എ റിലിജിയൻ. അങ്ങനെ തീരുമാനിച്ച് വേണം നമുക്ക് സൊസൈറ്റിയിൽ പെരുമാറാൻ. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആരും അധിപനില്ലാത്ത, നാഥനില്ലാത്ത ഒരു കളരിയാണ്, ആർക്കും കയറി മേയാം എന്നുള്ള സ്ഥിതി വരും. ആ സ്ഥിതി വന്നുകൊണ്ടിരുന്നു. അതിൽ നിന്ന് ഹിന്ദു മെല്ലെ തിരിഞ്ഞു തുടങ്ങി. ഇപ്പോഴും ഹിന്ദു ഉണർന്നിട്ടൊന്നുമില്ല. ഉറക്കത്തിൽ ഒന്ന് തിരിഞ്ഞു കിടന്നു എന്നേ ഉള്ളൂ. ഉറക്കത്തിലാണ്, ഒന്ന് തിരിഞ്ഞു കിടന്നു. കൊതുക് കടിച്ചിട്ടോ എന്തോ ഒന്ന് തിരിഞ്ഞു കിടന്നു. അതിൻ്റെ
പലവിധ അടയാളങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ ശ്രീകൃഷ്ണനെ ചൊല്ലിയുള്ള വിവാദം. ശ്രീകൃഷ്ണനെ കുഴിമന്തിയുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു പരസ്യം വന്നു. 2 ദിവസമായി ഞാനത് കണ്ടെങ്കിലും എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മിണ്ടിയില്ല. ഒരു സാധാരണ ഹിന്ദുവിൻ്റെ സ്വഭാവം, ഓ പോട്ടെ, അവഗണിച്ചേക്കാം. അങ്ങനെയല്ല. 8 സ്ഥലങ്ങളിൽ എനിക്കറിയാവുന്ന കോഴിക്കോട് കൊടുവള്ളി മുതൽ എറണാകുളം ചേർത്തല വരെ 8 സ്ഥലങ്ങളിൽ ഇതുപോലത്തെ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അതിൽ എറണാകുളത്തെ ഒരെണ്ണം ചെരുപ്പ് കടയുടെയാണ്. കണി കാണാനായിട്ട് കണി വെള്ളരിയുടെയും ഉരുളിയുടെയും ഒക്കെ അകത്ത് ഒരു ചെരുപ്പും കൂടെ വെച്ചിരിക്കുന്നു ആശാൻ. ഇതാണ് പുള്ളിയുടെ കണി. അതൊഴിച്ചാൽ ബാക്കിയെല്ലാം ഈ കുഴിമന്തി, അൽഫാം, ഇൽഫാം ഇതിൻ്റെയൊക്കെ പരസ്യമാണ് ഓരോ റെസ്റ്റോറൻറ്റുകളുടെ. കുഴിമന്തി എന്ന മഹാവൃത്തികെട്ട പേര് അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഓക്കാനം വരുന്നത് കൊണ്ട് ആ ബോർഡ് എഴുതി വെച്ച ഹോട്ടലിൽ പോലും ഞാൻ കയറാറില്ല. അതെൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ്. കുഴിമന്തി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുഴിയിൽ നിന്ന്, ചെളിയിൽ നിന്ന് കയറി വരുന്ന ഒരു പ്രത്യേകതരം ജീവിയെയാണ് എനിക്ക് കുഴിയാന എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ കറുത്ത കാലും വലിയ കൊമ്പും ഒക്കെയുള്ള എന്തോ ഒരു തരം വൃത്തികെട്ട ജീവി ചെളിയിൽ നിന്ന് കയറി വരുന്ന ഒരു ഓർമ്മയാണ് കുഴിമന്തി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഫീലിംഗ്. മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും പണ്ടൊരു ചേർത്തലക്കാരനായിരുന്നുകൊണ്ട് മന്തി എന്ന് വെച്ചാൽ മന്തുള്ളവൾ എന്നാണ് അർത്ഥം. ചേർത്തലക്കാർക്ക് വളരെ പെട്ടെന്ന് അത് മനസ്സിലാവും. പണ്ട് കാലത്ത് ഒരുപാട് മന്ദന്മാരും മന്തികളും ചേർത്തലയിലുണ്ടായിരുന്നു. പണിതീരാത്ത വീട് എന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്. അതിൽ ജയചന്ദ്രൻ പാടുന്നതാണ്, പ്രപഞ്ച മന്ദിരമേ മന്ദിരമേ മന്ദിരമേ. ഇത് ഞങ്ങൾ കോളേജിൽ പറഞ്ഞ് ചിരിക്കുമായിരുന്നു. മന്തുള്ള രമയാണ് മന്ദിരമ എന്ന് വിളിക്കുന്നത് ചേർത്തല. അപ്പോൾ ആ പാട്ടിൽ ഇതെടുത്ത് മന്ദിരമേ മന്ദിരമേ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു തമാശ. ഇതൊക്കെയാണ് ഈ മന്തിയുമായിട്ട് ചേർത്തുള്ള എൻ്റെ ഓർമ്മകൾ. അതുകൊണ്ടാവാം എനിക്ക് ഛർദിൽ വരും ഈ കുഴിമന്തി എന്ന് കേട്ടാൽ. പക്ഷേ എനിക്ക് ഛർദിൽ വരുന്നു എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്കത് അമൃതമാണെങ്കിലോ അവർക്കത് കഴിക്കണ്ടേ? കുഴിമന്തി കഴിച്ചില്ലെങ്കിൽ പ്രാണൻ പോകും എന്നുള്ള സ്ഥിതി ആളുകൾക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയധികം കുഴിമന്തി, അൽഫാം, ഗിൽഫാം ഒക്കെ വന്നിരിക്കുന്നത് എന്നും എനിക്കറിയാം. പിന്നെ ആളുകളുടെ ഭക്ഷണശീലം മാറ്റാനായിട്ട് ഈ ടെക്നിക്ക് ഓഫ് ഫ്ലഡിങ് എ ഫുഡ്, എവിടെ പോയി കഴിഞ്ഞാലും പൊറോട്ടയെ കിട്ടുള്ളൂ എന്ന് നിങ്ങൾ നിസ്സഹായനായിട്ട് പൊറോട്ട കഴിച്ചു തുടങ്ങുന്നു. നിങ്ങൾ പൊറോട്ട കഴിക്കുന്നു എന്നുള്ള ഒരു കുറ്റം കൊണ്ട് അയാൾ പിന്നെയും പൊറോട്ട ഉണ്ടാക്കുന്നു. അങ്ങനെ നിങ്ങൾ പൊറോട്ടക്കാരനായിട്ട് മാറുന്നു. ഇങ്ങനെ ഭക്ഷണം വെച്ച് നിങ്ങളെ ആക്രമിക്കാം. വെപ്പണൈസിങ് ദ ഫുഡ്, ഇത് കേരളത്തിൽ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ എത്രയോ കാലം ബ്രിട്ടീഷുകാരൊക്കെ ഭരിച്ച നാടാണ് നമുക്ക്. ബ്രിട്ടീഷുകാരുടെ ആഹാരം വല്ലതും നമ്മുടെ മെനുവിൽ കയറിക്കൂടിയോ? ഇല്ല. ഞാൻ ഒരൈറ്റം വല്ലതും എന്തെങ്കിലും കയറിക്കണം. ബാക്കി നമ്മൾ കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ അതിൻ്റെ ഇൻഡിവിജ്വാലിറ്റി പിടിച്ചു നിന്നു. ഇന്നിപ്പോൾ കഞ്ഞിക്കും ചമ്മന്തിക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അറബിക് ഫുഡിൻ്റെ ഒരു വെപ്പണൈസ്ഡ് ആയിട്ടുള്ള അറ്റാക്കാണ് നടക്കുന്നത്. അത് വേറൊരു വിഷയമാണ്. ബട്ട് അതിനെ ശ്രീകൃഷ്ണനുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് ശുദ്ധ അവിവേകമാണ്. അത് അറിയാതെ പറ്റിപ്പോയി. ശ്രദ്ധക്കുറവൊന്നുമല്ല. ഒറ്റ നോട്ടത്തിൽ അത് ഡിസ്ഗസ്റ്റിംഗ് ആണ്, ഡിസപ്രൂവിംഗ് ആണ്, അത് അപമാനിക്കലാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള മലയാളിയായ ആർക്കും മനസ്സിലാവും. നിങ്ങൾക്ക് ശ്രീകൃഷ്ണൻ കൈയിട്ട് ഒരു ചിക്കൻ പീസ് അല്ലെങ്കിൽ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഇറച്ചിയുടെ പീസും ശ്രീകൃഷ്ണൻ്റെ കൈയും മാത്രമായിട്ടൊരു ഫോട്ടോ, ആ കുഞ്ഞിക്കൈ ആ വൃത്തികെട്ട ഇറച്ചിയിൽ തൊടാറായിട്ടിങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ ദിസ് ഈസ് നോട്ട് ഓക്കെ എന്ന് മനസ്സിലാവാത്തവൻ അവൻ സാമാന്യ ബുദ്ധി ഇല്ലാത്തവനാണ്, അല്ലെങ്കിൽ അസാമാന്യമായ ബുദ്ധിയുള്ളവനാണ്. ഇതൊന്നും വെറുതെ വിടാൻ പാടില്ലാത്ത, ശരിക്കും നടപടി എടുക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. പണ്ട് ഒരു പാമ്പ് വഴിയെ വരുന്നവരെ കടിക്കുമായിരുന്നു. ഒരു കുന്ന് കയറി പോകുന്നിടത്താണ് ഒരുപാട് പാറക്കല്ലും ഒക്കെ ഉണ്ട്. ആളുകളെ കടിക്കും. ഇത് പാറയ്ക്കിടയിലേക്ക് കൊണ്ടുപോകും. ആളുകൾ തപ്പിയാൽ കിട്ടില്ല ഇവനെ.
അപ്പോൾ അതിലെ ഒരു സന്യാസി വരുന്നു. സന്യാസിയോട് ആൾക്കാർ പരാതി പറഞ്ഞു, ഇങ്ങനെ ഒരു പാമ്പ് സ്ഥിരം ഇവിടെ കടിക്കുന്നു, ഇപ്പോൾ 4-5 പേരെ കടിച്ചു കഴിഞ്ഞു. അതെന്ത് പരിപാടിയാണ്, ഞങ്ങൾക്ക് വഴി നടക്കണ്ടേ സ്വാമി എന്നൊക്കെ പറഞ്ഞു. സന്യാസി പറഞ്ഞു, ശരി ഞാൻ നോക്കട്ടെ. സന്യാസി വഴിയിൽ പാമ്പിനെ കണ്ടു. പാമ്പിനെ ഉപദേശിച്ചു, ഇടാ നീ ഇങ്ങനെ ചലം പിന്നെ ആൾക്കാരെ കടിക്കുകയൊന്നും ചെയ്യരുത്, അതൊക്കെ ദ്രോഹമല്ലേ എന്നൊക്കെ പറഞ്ഞു. അല്ല, ഇത് എൻ്റെ വഴിയാണ്, ഇതിലെ നടക്കുമ്പോൾ എന്നെ ചവിട്ടുന്നു, അതുകൊണ്ടാണ്. ഒന്നുമല്ല, നീ അങ്ങനെ ന്യായമൊന്നും പറയണ്ട, നീ ആരെയും കടിക്കരുത്. ശരി എന്നൊക്കെ പറഞ്ഞു. സന്യാസി നടന്നു പോയി. മലമുകളിൽ പോയി അദ്ദേഹത്തിൻ്റെ ധ്യാനം അത് ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ ഈ പാമ്പ് താലുകൊണ്ട് ആവശ്യനായിട്ട് ചോര ഒലിപ്പിച്ച് കിടക്കുന്നു. എടാ, ആരാ നിന്നെ തല്ലിയത്, എന്ത് പറ്റി? സ്വാമിയുടെ ഉപദേശം കേട്ടിട്ടാണ്, ഞാൻ ആരെയും കടിച്ചുമില്ല, ഒന്നും ചെയ്തില്ല, എല്ലാവരും കൂടെ വടിയും കമ്പും കോലും ഒക്കെ കൊണ്ട് എന്നെ തല്ലി വശകേടാക്കി ദേ ഇട്ടിരിക്കുന്നു. അപ്പോൾ സ്വാമി പറഞ്ഞു, ഞാൻ നിന്നോട് കടിക്കരുതെന്നല്ലേ പറഞ്ഞോളൂ, ചീറ്റരുതെന്ന് പറഞ്ഞു ഇല്ലല്ലോ. അപ്പോൾ പാമ്പിന് മനസ്സിലായി, ചീറ്റി പേടിപ്പിക്കുക, നിങ്ങൾ ചീറ്റിയാൽ മതി, പേടിക്കും, കടിക്കുകയൊന്നും വേണ്ട, കടിച്ച് മരിച്ച് പിന്നെ കേസും കുറുടിയൊക്കെ ചീറ്റിയാൽ മതി. ഇതുപോലെ ഹിന്ദു സമൂഹം, ഞാനീ പറയുന്നത് പാമ്പും ഹിന്ദു സമൂഹവും തമ്മിൽ താരതമ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ബഹളമൊന്നും വെക്കണ്ട. അങ്ങനത്തെ താരതമ്യമല്ല, ഞാൻ ഈ കഥയിലൂടെ കാര്യം പറയുന്നു എന്നേ ഉള്ളൂ. ഏതായാലും ഹിന്ദു സമൂഹം ഒന്ന് ചീറ്റേണ്ട സമയമായിരിക്കുന്നു. അങ്ങനെ ചീറ്റുന്നു എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഈ 8-9 സ്ഥലത്തൊക്കെയുള്ള ഈ പോസ്റ്റർ യാദൃച്ഛികമല്ല, നിഷ്കളങ്കമല്ല, അത് കരുതിക്കൂട്ടിയുള്ള ഒരു ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിനെ അതുപോലെ തന്നെ വേണ്ട രീതിയിൽ നിയമപരമായിട്ട് നടപടിയെടുത്ത് നേരിടേണ്ട ചുമതല ഹിന്ദു സമൂഹത്തിന് എല്ലാവർക്കും ഉള്ളതാണ്. താങ്ക് യു.